നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഡെയിലി PYQ ചലഞ്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എത്രാമത്തെ ദിവസമാണെന്ന് അറിയോ? ഇന്ന് നമ്മളുടെ 12ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ 11 ദിവസങ്ങൾ കംപ്ലീറ്റ് ആക്കി 12ാമത്തെ ദിവസമാണ് ഡെയിലി 40 ചോദ്യങ്ങൾ വീതം പഠിക്കുന്നത് അല്ലേ? ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്ര മേഖലകളാണ് PSC ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എത്രയായിരുന്നു? 174/2024 ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 45ഓളം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. കാരണം അതിൻ്റെ അകത്ത് ഒരു 5 ക്വസ്റ്റ്യൻസ് PSC ഡിലീറ്റ് ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വന്നപ്പോഴേക്കും 45 ചോദ്യങ്ങളായി. അപ്പോൾ അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ചോദ്യം 47ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് എപ്പോൾ തൊട്ട് എപ്പോൾ മുതലാണ്? എവിടെ മുതൽ എവിടെ വരെയാണ്? ഓപ്ഷൻ ഡി ആണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാതാനും. ഈ വാക്കുകൾ ആരുടെയാണ്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലാതാനും. ഈ വാക്കുകൾ ആരുടെയാണ്? ആരായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? ഓപ്ഷൻ ബി ആണ്. ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്തത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 800. എന്താണ്? 800 ആണ്. അടുത്തത്. ലോക അധ്യാപക ദിനം എന്നാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ലോക അധ്യാപക ദിനമാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ് ലോക അധ്യാപക ദിനം? എന്നാണ്? ഓപ്ഷൻ ബി ആണ്. ഒക്ടോബർ 5-നാണ് ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമ്മളുടെ ദേശീയ അധ്യാപക ദിനം എന്നാണ്? ദേശീയ അധ്യാപക ദിനം എന്നാണ്? സെപ്റ്റംബർ 5 അല്ലേ? സെപ്റ്റംബർ 5 ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണെന്ന് അറിയോ? അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോ. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ലോക അധ്യാപക ദിനമാണ്. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5 എന്നാണ്. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. അടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ്. ഇന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. 2023 ഡിസംബറിൽ കൊച്ചി കായലിലാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അടുത്തത് 52ാമത്തെ ചോദ്യമാണ്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏതെന്നാണ് ചോദിച്ചത്. ഏതായിരുന്നു ആ രാജ്യം? ഓപ്ഷൻ എ ആണ്. ബ്രസീലാണ്. 2024 ബ്രസീലിലായിരുന്നു. ബ്രസീലിലെ റിയോ ഡി ജനീറോ ആയിരുന്നു വേദി. 2025 എവിടെയായിരുന്നു? 2025 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലായിരുന്നു. 2026 G20 ഉച്ചകോടി എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് 2026 G20 നടക്കുന്നത്. അപ്പോൾ നമ്മൾ G20യുടെ വേദികളാണ് പറഞ്ഞത്. 2024 ബ്രസീല്, 2025 ദക്ഷിണാഫ്രിക്ക, 2026 എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് 2026. അപ്പോൾ 2025 നടന്നത് 20ാമത്തെ G20 ആയിരുന്നു. 2025 20ാമത്തെ G20 ആണ് നടന്നത്. 2026 അപ്പോൾ നടക്കാൻ പോകുന്നത് 21ാമത്തെയാണ്. എവിടെയാണ്? 2026 അമേരിക്കയാണ്, US ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. മൂന്ന് വർഷത്തെയും വേദികൾ, 3 വർഷത്തെ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ കിട്ടിയില്ലേ? ബ്രസീല്, ദക്ഷിണാഫ്രിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെ, US. അടുത്തത് 53ാമത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. പ്രസ്താവനകൾ വിലയിരുത്തിക്കൊണ്ട് ശരിയായ ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവന നമുക്കൊന്ന് വായിക്കാം.
ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര. അതായത് ധമനി എന്ന് പറയുന്നത് ശുദ്ധരക്തവും സിര എന്ന് പറയുന്നത് അശുദ്ധ രക്തവുമാണെന്ന് നമുക്കറിയാം. എന്നാൽ ശ്വാസകോശ ധമനിയുടെയും ശ്വാസകോശ സിരയുടെയും കാര്യം വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ തിരിയും അല്ലെ. അപ്പോൾ ശ്വാസകോശ ധമനി എന്ന് പറയുന്നത് അശുദ്ധ രക്തമാണ് വഹിക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കോ, അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. പിന്നെ അപ്പോ സിര എന്തായിരിക്കും? ശുദ്ധരക്തമാണ് അല്ലെ. അതെ, ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അപ്പൊ ഇതിലെ ബിയും സിയും ആണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ധമനിയും സിരയും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ശ്വാസകോശ ധമനിയോട്ട് വരുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. താഴെ പറയുന്നതില് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നത് 4 വിറ്റാമിനുകളാണ്. ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ അല്ലെ. എ, ഡി, ഇ, കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? എയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ എയും ഡിയും ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എ, ഡി ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത് താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്. താഴെ പറയുന്നതിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ജ്വാലാമുഖി. ജ്വാലാമുഖി ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പച്ചമുളക് ഇനമാണ് ജ്വാലാമുഖി. ബാക്കി ഓപ്ഷൻസിൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി ഇത് മൂന്നും പയറിന്റെ ഇനങ്ങളാണ്. ലോലയും മാലികയും ഭാഗ്യലക്ഷ്മിയും പയറിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്. അടുത്തത് 56ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നതില് ഫിറമോണിന് ഉദാഹരണം. താഴെ പറയുന്നതില് ഫിറമോണിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബോംബിക്കോൾ. ബോംബിക്കോൾ ആണ് ഫിറമോണിന് ഉദാഹരണമായത്. അടുത്തത് താഴെ പറയുന്നതില് ജീവജാലങ്ങളുടെ എക്സിറ്റീവ് സംരക്ഷണത്തിന് ഉദാഹരണം. ജീവജാലങ്ങളുടെ എക്സിറ്റീവ് സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റീവ് സംരക്ഷണങ്ങളിൽ. അതായത് അപ്പോൾ എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റി മനുഷ്യനിർമ്മിതമായ സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റീവ് അല്ലെ. അവരെ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുദാഹരണമാണ് എന്ത്? ബൊട്ടാണിക്കൽ ഗാർഡന്, സുവോളജിക്കൽ പാർക്ക്, ജീൻ ബാങ്ക് അതൊക്കെ എക്സിറ്റീവ് കൺസർവേഷൻ ആണ്. ഇനി ബാക്കി ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്കും വന്യജീവി സങ്കേതവും ഒക്കെ എന്താണ്? ഇൻസിറ്റീവ് കൺസർവേഷൻ ആണ്. ജീവജാലങ്ങളുടെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റീവ് കൺസർവേഷൻസ്. അടുത്തത് ഇതേ നൊബേൽ സമ്മാനമായിട്ട് ചോദ്യമാണ്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് രോഗത്തിനെതിരെയാണ്? ഓപ്ഷൻ സി ആണ്, കോവിഡ്-19. കോവിഡ്-19 വാക്സിൻ കണ്ടുപിടിച്ചതിനാണ് 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് നിപ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? നിപ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വൈറസ്. നിപ ഒരു വൈറസ് രോഗമാണ്. അടുത്തത് ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം എന്താണ്? ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, പ്രകീർണനം എന്ന് പറയും. എന്തെന്ന് പറയും? പ്രകീർണനം എന്ന് പറയും. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി, ഇതിന്റെ 7 ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഇനി മഴവിൽ ഉണ്ടാകാൻ കാരണം പ്രകീർണനമാണ് അല്ലെ. ഇനി ബാക്കി ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എന്താണ്? പ്രതിപതനം എന്താണെന്ന് അറിയാം അല്ലെ. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരികെ വരുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പ്രതിപതനം എന്ന് പറയുന്നത് അല്ലെ. റിഫ്ലക്ഷൻ എന്ന് പറയും, പ്രതിപതനം എന്ന് പറയും. അപവർത്തനം എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലോട്ട് കടക്കുമ്പോൾ അതിന്റെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഇനി വിസരണം എന്താണ്? അന്തരീക്ഷത്തിലെ പൊടിപടലത്തിലും മറ്റും തട്ടി പ്രകാശം പല ദിശകളിലേക്ക് ചിതറുന്ന പ്രതിഭാസമാണ്
വിസരണം. അതായത് ഉദയാസ്തമയ സൂര്യന്റെ ചുവപ്പ് കളറിനും ആകാശത്തിന്റെ നീല നിറത്തിനുമൊക്കെ ഉദാഹരണം വിസരണമാണ്. അതിന്റെ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവാൻ കാരണം അവയെ നമ്മുടെ ശരീരത്തിൽ ഒരു ആസിഡ് കുത്തിവെക്കുന്നത് മൂലമാണ്. ആ ആസിഡ് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഫോർമിക് ആസിഡ്. ഉറുമ്പിന്റെ മാത്രമല്ല തേനീച്ച, കടന്നൽ എന്നിവയുടെ വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ് കേട്ടോ. അടുത്തത് താപപ്രേഷണം ചെയ്യുന്ന രീതികളിൽ പെടാത്ത ഏതാണ്? താപപ്രേഷണം ചെയ്യുന്ന രീതികളിൽ പെടാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ് വിസരണമാണ്. വിസരണം ഒരു പ്രകാശ പ്രതിഭാസമാണെന്ന് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു അല്ലെ. ബാക്കി ചാലനം, സംവഹനം, വികിരണം ഈ 3 രീതികളിലൂടെയാണ് താപപ്രേഷണം ചെയ്യുന്നത്. 63-ാം ചോദ്യം. താഴെ തന്നിരിക്കുന്നതിലെ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിലെ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ സി ആണ് സിങ്ക് ആണ്. അടുത്തത് പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണ്? പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണ്? ഓപ്ഷൻ ബി ആണ് വേട്ടക്കാരൻ. വേട്ടക്കാരനാണ് അവര് ദിശ അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. 65-ാമത്തെ ചോദ്യം. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ലാവോസിയെ. ലാവോസിയെ ആണ് മൂലകങ്ങളെ ആദ്യമായിട്ട് ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിനെ നമ്മൾ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ലാവോസിയെ ആണ്. അടുത്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, ചന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ദൗത്യമാണ് ചന്ദ്രയാൻ 3. 2023 ഓഗസ്റ്റ് 23 അന്നാണ് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ. അപ്പൊ ഈ ദിവസമാണ് പിന്നീട് ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ആ ലാൻഡർ ഇറങ്ങിയ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രോഗവും അതിന്റെ രോഗാണുവിനെയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ചേരുംപടി ചേർക്കാനാണെങ്കിൽ ക്ഷയം പരത്തുന്ന രോഗാണു ഏതാണ്? ക്ഷയം പരത്തുന്നത് എന്താണ്? ക്ഷയം പരത്തുന്നത് രണ്ടാമത്തെയാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. അല്ല, പേര് തന്നെ ഇടൽ ട്യൂബർക്യുലോസിസ്. മൈക്രോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ആണ് ക്ഷയം പരത്തുന്നത്. എലിപ്പനി എന്താണ് പരത്തുന്നത്? എലിപ്പനി പരത്തുന്നത് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനി പരത്തുന്നത്. ഡെങ്കിപ്പനി എന്താണ്? ഡെങ്കിപ്പനി ഒരു വൈറസ് ആണ്, ഫ്ലേവി വൈറസ് ആണ്. മലമ്പനി എന്താണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മലമ്പനി. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് മന്ത് രോഗം പരത്തുന്ന കൊതുക്. മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ഓപ്ഷൻ എ ആണ് ക്യൂലക്സ് കൊതുകാണ് മന്ത് രോഗം പരത്തുന്നത്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ വായുവിൽ കൂടി പകരുന്ന രോഗം. താഴെ തന്നിരിക്കുന്നതിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻസിൽ 4 രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇതിൽ വായുവിൽ കൂടി പകരുന്നത്? ഓപ്ഷൻ സി ആണ് മിസിൽസ് അല്ലെങ്കിൽ 5-ാം പനിയാണ് വായുവിലൂടെ അതിവേഗം പകരുന്ന വ്യാപന ശേഷിയുള്ള വൈറസ് രോഗം. അല്ലെ. ഇനി ബാക്കി കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ഇതൊക്കെ മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളാണ്. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇരുമ്പാണ്. അടുത്ത ചോദ്യം. ലോകത്തിലാദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ലോകത്തിലാദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് എഡ്വേർഡ് ജെന്നർ ആണ് ലോകത്തിലാദ്യത്തെ വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഏതായിരുന്നു വാക്സിൻ? വസൂരി വാക്സിൻ ആണ്. വാക്സിനായ വസൂരി വാക്സിൻ ആണ് കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇമ്മ്യൂണോളജിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതൊന്നും ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? 4 ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലേതാണ് രക്തസമ്മർദ്ദം അളക്കുന്നത്?
ഓപ്ഷൻ ഡി ആണല്ലേ, സിഗ്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. നമ്മുടെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? 120/80 mmHg ആണ് സാധാരണ രക്തസമ്മർദ്ദം. 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. ഓക്കെ അല്ലേ? അടുത്തത്, താഴെ പറയുന്നവയിലെ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നതിലെ ശരിയായ പ്രസ്താവനയാണ്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. ആ പ്രസ്താവന ശരിയാണോ? ഇൻസുലിൻ കൂടുന്നത് കൊണ്ടാണോ പ്രമേഹം ഉണ്ടാവുന്നതല്ലേ? അത് തെറ്റാണ്. ഇൻസുലിൻ കുറയുന്നതോ കോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതോ ആണ് പ്രമേഹത്തിന്റെ കാരണം. അതുകൊണ്ടാണ് പ്രമേഹം കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്നത് അല്ല. അപ്പൊ ആദ്യത്തേത് തെറ്റാണ്. അടുത്തത്, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അത് ശരിയാണ്. അതായത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. അടുത്തത്, അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറയുന്നത് കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ശരിയാണ്. പിന്നെ, കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. കരളിൽ ഗ്ലൂക്കോസ് അല്ല, കരളില് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. അപ്പൊ ഇത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉം മാത്രമാണ്. 2ഉം 3ഉം ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത്, എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശ്വാസകോശം. ഇതൊക്കെ PSC റിപ്പീറ്റഡ് ചോദ്യമാണ്. അടുത്ത ചോദ്യം PSCയുടെ റിപ്പീറ്റഡ് ആണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. കേരളത്തിലെ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയുടെ പേരെന്താണ്? എന്താണ്? ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ഡി ആണ്, മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. ശ്രീ മോഹൻലാൽ ആണ് മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇനി, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഇതാണ് പദ്ധതി. ഓപ്ഷൻ എ ആണ്, അമൃതം ആരോഗ്യം പദ്ധതിയാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതി. അടുത്തത്, 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ഹർമൻപ്രീത് സിംഗ് ആണ് 2024 ഒളിമ്പിക്സ് മത്സരത്തിലെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. അടുത്തത്, 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. എത്രാമത്തെയാണ്? 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആട്ടമാണ് ദേശീയ ചലച്ചിത്ര അവാർഡിന് 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. 79, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? ഓപ്ഷൻ എ ആണ്, മലിനജലത്തിലൂടെയാണ്. ഇനി ഇതിന് കാരണമായ അമീബയുടെ പേരെന്താണ്? നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബയാണ് ഈ രോഗത്തിന് കാരണം. കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലാണ് ഇവ കാണപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ലാസ്റ്റ് ചോദ്യമാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇത് ഇപ്പൊ ഈ കറണ്ട് അഫയർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് വി നാരായണനാണ്. ആരാണ്? വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ്റെ അത് നമ്മൾ 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയില്ല. കാരണം ഓൾറെഡി നമ്മൾ 46 നിന്നാണ് തുടങ്ങിയത്. അപ്പൊ നമുക്കൊരു 6 ക്വസ്റ്റ്യൻ എക്സ്ട്രാ പഠിച്ചാലേ നമ്മുടെ 40 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആകത്തുള്ളൂ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ചോദ്യങ്ങൾ. അപ്പൊ നമ്മളുടെ 6 എക്സ്ട്രാ ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. അപ്പോൾ വർഷം 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. അതിനുശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതില്
കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ബി ആണ് ദേശീയ ജലപാത 3. ഏതാണ്? ദേശീയ ജലപാത 3. ഓപ്ഷൻ ബി ആണ് ദേശീയ ജലപാത 3. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ. മരണാനന്തര ബഹുമതിയായിട്ട് 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് MT വാസുദേവൻ നായർ. ആരാണ്? MT വാസുദേവൻ നായർ. അടുത്തത് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ് 10ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള നയം. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം ഏതാണ്? ഓപ്ഷൻ എ ആണ് സ്വകാര്യവൽക്കരണം എന്നാണ് പറയുന്നത്. അടുത്തത് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ദാദാഭായ് നവറോജി. അടുത്തത് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് നീതി ആയോഗ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ 40 ചോദ്യങ്ങൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും 40 ചോദ്യങ്ങളുമായിട്ട് കാണാം. താങ്ക് യു.